ഫ്രണ്ട്സ്, ഇത് നമ്മളുടെ തേർഡ് മൊഡ്യൂളിലെ 5ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻ്റഗ്രൽസ് ഓഫ് ദ ഫോം ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഓൾ റൈസ് ടു എൻ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റഗ്രൽ ഓഫ് ദ ഫോം ഇൻ്റഗ്രൽ ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ്. നോക്കുക, ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വേറൊരു ഫംഗ്ഷനാണ്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വേറൊരു ഫംഗ്ഷൻ, അതായത് ഫൈ ഓഫ് എഫ് ഓഫ് എക്സ്, കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ഫൈ ഓഫ് എക്സ്, റൈറ്റ്? അങ്ങനെയുള്ള ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ്റഗ്രൽ e raised to sin x into cos x dx. Integral e raised to sin x into cos x dx. ഇവിടെ നോക്കുക, ഇവിടെ എന്തായിട്ട് നമുക്ക് എഫ് ഓഫ് എക്സിന് എടുക്കാം, എന്തായിട്ട് നമുക്ക് ഫൈ ഓഫ് എക്സ് എടുക്കാം നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഉണ്ട്. അപ്പോൾ ഏതൊരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവും ഈ ഫംഗ്ഷനിലുണ്ട്, റൈറ്റ്? ഇവിടെ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. സോ ഇത് നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ആയിട്ട് എടുക്കാം, റൈറ്റ്? അപ്പോൾ ഇത് നമുക്ക് സ്വാഭാവികമായിട്ടും എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് എക്സ് ആയിട്ട് എന്തെടുക്കും? ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇ റേസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എഫ് ഓഫ് എക്സ്. ഇ റേസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഇ റേസ് ടു എഫ് ഓഫ് എക്സ് ഈ സൈൻ എക്സ്, ഇ റേസ് ടു സൈൻ എക്സ്. So integral phi of f of x into f dash of x. f dash of x എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? നമ്മൾ ഇൻ്റഗ്രൽ phi of f of x എന്ന് പറഞ്ഞാൽ e raised to sin x ആണ്. e raised to sin x into f dash of x means cos x, right? cos x dx. അപ്പോൾ നമുക്ക് ആ തന്ന ചോദ്യം തന്നെ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അതിൽ phi of x ഉം എഫ് ഓഫ് എക്സും എഫ് ഡാഷ് ഓഫ് എക്സ് ഒക്കെ ഫിക്സ് ചെയ്താൽ നമുക്ക് ആ തന്ന ക്വസ്റ്റിനെ ഈ രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്നു നോക്കാം. ഇനി അങ്ങനെ മാറ്റാൻ പറ്റിയാൽ എന്ത് ചെയ്യാം, റൈറ്റ്? അങ്ങനെ മാറ്റാൻ പറ്റിയാൽ നമ്മൾ ലെറ്റ് യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, അങ്ങനെയാണെങ്കിൽ ഡി യു ബൈ ഡി എക്സ് എന്തായി മാറും? ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ്. അങ്ങനെ നമുക്ക് എന്ത് പറയാം? ഡി യു ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ളത് എന്തായി മാറും? എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫൈ ഓഫ് എഫ് ഓഫ് എക്സിന് പകരം യു ആണ്, ഫൈ ഓഫ് യു എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സിന് പകരം ഡി യു. സോ ഫൈ ഓഫ് യു ഇൻറ്റു ഡി യു. ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, റൈറ്റ്? അപ്പോൾ ഇതാണ് മെത്തേഡ്. ഇവിടെ ഇതും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടുണ്ടായിട്ടുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് തന്നെയാണ്. അതിലെ വേറൊരു ഫോമാണ് ഇത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇൻ്റഗ്രൽ ഇ റേസ് ടു സൈൻ എക്സ് കോസ് എക്സ് ഡി എക്സ്. സോ ലെറ്റ് യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. ലെറ്റ് യു ഈക്വൽ ടു സൈൻ എക്സ്, then du by dx equal to cos x, which implies ഇന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? du equal to cos x dx. ഇവിടെ എന്താ ചെയ്തെന്നുള്ള കാര്യം നോക്കുക. u equal to sin x എടുക്കുന്നു, ഞാൻ du by dx കണ്ടുപിടിക്കുന്നു, which is cos x. അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? du കണ്ടുപിടിക്കാം. du equal to cos x into dx, right? ഇനി നമ്മൾ ആ ഇൻ്റഗ്രേഷൻ നോക്കാം, എങ്ങനെ മാറുന്നു നോക്കാം. ഇൻ്റഗ്രൽ e raised to sin x cos x dx equal to integral e raised to sin x ന് പകരം u ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, sin e raised to u into cos x dx ന് പകരം du, e raised to u du. എന്തായിരുന്നു ഇന്റഗ്രൽ e raised to u du? is e raised to u plus c, right? so എന്താണ് e raised to u? e raised to u ക്ക് sin x കൊടുക്കാം plus c. so this is the answer.
അപ്പോൾ കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുവാണെങ്കിൽ കൂടിയും ഇത് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അടുത്തത് നോക്കാം. ഇൻ്റഗ്രൽ സൈൻ ഓഫ് ലോഗ് എക്സ് by x dx, right? Integral sin of log x by x dx. ഇവിടെ നമുക്ക് എന്താണ് എഫ് ഓഫ് എക്സ് എടുക്കുക, എന്താണ് ഫൈ ഓഫ് എക്സ് എടുക്കുക നോക്കാം. ഇവിടെ ലോഗ് എക്സ് ഉണ്ട്, അതേപോലെ സൈൻ എക്സ് ഉണ്ട്, 1/x ഉണ്ട്. സോ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/x. അപ്പോൾ അത് നമുക്ക് തീരുമാനാക്കാം. അതായത് എഫ് ഓഫ് എക്സും എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ എഫ് ഓഫ് എക്സ് ആയിട്ട് ലോഗ് എക്സ് എടുക്കാം, ഫൈ ഓഫ് എക്സ് ആയിട്ട് സൈൻ എക്സ് എടുക്കാം. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താവും, 1/x ആയി മാറും. സോ ലെറ്റ് യു ഈക്വൽ ടു log x. Let u equal to log s, then du by dx equal to d by dx of log x. d by dx of log x is 1/x. So നമുക്കപ്പോൾ എന്ത് പറയാൻ പറ്റും, du equal to dx by x, right? അപ്പോൾ dx by x ന് പകരം എനിക്ക് du എന്ന് കൊടുക്കാം. ഇനി ഇൻ്റഗ്രേഷനിലേക്ക് പോവാം. അപ്പം ചോദ്യം എന്തായി മാറും, ഇൻ്റഗ്രൽ സൈൻ ഓഫ് log x ഇൻറ്റു dx by x. 1/x ഞാൻ dx by x എന്ന് ഇതാണ്, കാരണം dx by x ആണ് du, റൈറ്റ്? സോ അതെങ്ങനെ മാറും നോക്കാം. ഇൻ്റഗ്രൽ സൈൻ ഓഫ് log x ന് പകരം u ആണ്, log u, dx by x ന് പകരം du. സോ സൈൻ u du, എന്താണ് സൈൻ u, is മൈനസ് കോസ് u പ്ലസ് c. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് കോസ് യുവിന് പകരം എന്ത് കൊടുക്കാം, log x കൊടുക്കാം. സോ മൈനസ് കോസ് log x പ്ലസ് c. അപ്പം ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇൻ്റഗ്രൽ sec square x by root of 1 minus tan square x dx. Integral sec square x by root of 1 minus tan square x dx. ഇവിടെ നമുക്ക് എന്തെടുക്കാൻ നോക്കാം. ഇവിടെ ഏതൊക്കെ ഫംഗ്ഷനുള്ള sec square x ഉണ്ട്, 1 minus tan square x ഉണ്ട്, അതുപോലെ തന്നെ റൂട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, റൈറ്റ്? അപ്പോൾ ഇവിടെ നമുക്ക് എന്തെടുക്കാൻ പറ്റും നോക്കുക. ലെറ്റ് x ഈക്വൽ ടു tan x ഈക്വൽ ടു u കൊടുക്കാം. സോ ഇവിടെ u കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഡെറിവേറ്റീവ് ഓഫ് tan x ഈസ് sec square x, റൈറ്റ്? ഡെറിവേറ്റീവ് ഓഫ് tan x ഈസ് sec square x. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ് u equal to tan x. Let u equal to tan x, then du by dx equal to d by dx of tan x. d by dx of tan x എന്ന് പറയുന്നത് എന്താണ്, sec square x ആണ്, sec square x. അപ്പോൾ du ആയിട്ട് എന്ത് എഴുതാം, du ഈക്വൽ ടു, അല്ലേ, ഈ dx നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ sec square x ഇൻറ്റു dx, sec square x ഇൻറ്റു dx. അപ്പോൾ sec square x ഇൻറ്റു dx ന്യൂമറേറ്ററിൽ അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് സിമ്പിളായിട്ട് du കൊടുക്കാം, റൈറ്റ്? സോ ഇൻ്റഗ്രൽ sec square x dx by root of 1 minus tan square x എന്തായി മാറും നോക്കാം, ഈക്വൽ ടു ഇൻ്റഗ്രൽ sec square x dx ന് പകരം du by root of 1 minus tan square x. അതിന് u കൊടുത്തിട്ടുള്ള tan x നാണ്. സോ 1 minus tan square u square, 1 minus u square, root of 1 minus u square. ഇനി ഇതെന്താന്ന് നോക്കാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് u ആണ്. നമ്മൾ ഈ റിസൾട്ട് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് ഓഫ് u പ്ലസ് സി, റൈറ്റ്? സൈൻ ഇൻവേഴ്സ് ഓഫ് u പ്ലസ് സി. അപ്പോൾ എന്താണ് സൈൻ ഇൻവേഴ്സ് ഓഫ് u? സൈൻ ഇൻവേഴ്സ് ഓഫ് യുവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, tan x.
Sin inverse of tan x plus c. This is the answer. അപ്പോൾ ഇതുപോലെ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇതാണ്. ഇൻ്റഗ്രൽ 1 പ്ലസ് ഇ റേസ് ടു ടാൻ എക്സ് ഇൻറ്റു സിക്സ് സ്ക്വയർ എക്സ് ഡി എക്സ്. രണ്ടാമത്തത് ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു സിക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഈ രണ്ട് പ്രോബ്ലം ഒന്ന് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ നമുക്ക് ഇൻ്റഗ്രൽസ് ഓഫ് ദ ഫോം integral f dash of x by f of x dx. f dash of x by f of x dx. ഈ ടൈപ്പ് പ്രോബ്ലം ഇവിടെ നമുക്ക് അതായത് ഡിനോമിനേറ്ററിൽ ഒരു ഫംഗ്ഷൻ ആയിരിക്കണം, അതിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കണം ന്യൂമറേറ്ററിൽ ഉണ്ടാവേണ്ടത്. ആ കേസിൽ നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ലെറ്റ് യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, അങ്ങനെയാണ് ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്, റൈറ്റ്? അങ്ങനെ നമുക്ക് ഡി യു ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. അതായത് ഡി എക്സിന് ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന സമയത്ത് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ തന്ന ഇൻ്റഗ്രേഷൻ ഏത് രീതിയിലേക്ക് മാറും നോക്കാം. ഇൻ്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സിന് പകരം ഡി യു. സോ ഡി യു ബൈ എഫ് ഓഫ് എക്സ് ഈസ് എഫ് ഓഫ് എക്സിന് പകരം യു, ഡി യു ബൈ യു. So what is integral du by u? Which is log u, right? Log u plus c. That's equal to log of f of x plus c. ഇതായിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ എല്ലാ റിസൾട്ടും ഇങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ റിസൾട്ടും ലോഗ് എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നുള്ള രൂപത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് എഫ് ഓഫ് എക്സ്, എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്രോബ്ലം നോക്കാം. ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ്, ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസിലൊന്നാണ് ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് നമുക്ക് ഏത് രീതിയിലേക്ക് മാറ്റാം. ഇൻ്റഗ്രൽ ടാൻ എക്സിന് പകരം സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് കൊടുക്കാം. സൈൻ എക്സ് ബൈ കോസ് എക്സ് ഡി എക്സ്, റൈറ്റ്? ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇത് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോമിലാണോ നോക്കുക. ലെറ്റ് യു ഈക്വൽ ടു ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷനാണ് നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കുക. ലെറ്റ് യു ഈക്വൽ ടു കോസ് എക്സ്. ലെറ്റ് യു ഈക്വൽ ടു കോസ് എക്സ് വിച്ച് ഇംപ്ലൈസ് ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് cos x. d by dx of cos x എന്ത് വരും? മൈനസ് സൈൻ എക്സ്, റൈറ്റ്? മൈനസ് സൈൻ എക്സ്. സോ മൈനസ് ഡി യു ഈക്വൽ ടു, അതായത് മൈനസ് സൈനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു, ഡി എക്സിനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. സോ മൈനസ് ഡി യു ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു ഡി എക്സിന് പകരം എനിക്ക് മൈനസ് ഡി യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, റൈറ്റ്? സോ അത് കൊടുത്തു നോക്കാം. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ എന്ത് വരും? ഇൻ്റഗ്രൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ഡി എക്സിന് പകരം എനിക്ക് മൈനസ് ഡി യു എന്ന് ഉപയോഗിക്കാം. മൈനസ് ഡി യു ബൈ കോസ് എക്സിന് പകരം യു. സോ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഡി യു ബൈ യു. ഇൻ്റഗ്രൽ ഡി യു ബൈ യു എന്ന് പറയുന്നത് ലോഗ് യു ആണ്. സോ മൈനസ് ലോഗ് യു പ്ലസ് സി, റൈറ്റ്? ഈ മൈനസ് ലോഗ് യുവിനെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. അതായത് ഒരു റിസൾട്ട് ഉണ്ട്, മൈനസ് ഓഫ് ലോഗ് എക്സ് അല്ലെങ്കിൽ ലോഗ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് എക്സ് എന്നുള്ളത് ലോഗ് ഓഫ് എക്സ് റൈസ് ടു മൈനസ് വൺ എഴുതാം. ലോഗ് ഓഫ് എക്സ് റൈസ് ടു മൈനസ് വൺ എഴുതാം. സോ ലോഗ് ഓഫ് എക്സ് റൈസ് ടു മൈനസ് വൺ എന്ന് പറയുന്നത് എന്ത് വരും? ലോഗ് ഓഫ്
എക്സ് റേസ് ടു മൈനസ് വൺ എന്ന് പറയാൻ എക്സ് റേസ് ടു വൺ ബൈ എക്സ് ആണ്. ഈ രീതിയിൽ എഴുതാം, റൈറ്റ്. സോ മൈനസ് ഓഫ് ലോഗ് എക്സ് എന്ന് പറയുന്നത് ലോഗ് ഓഫ് എക്സ് റേസ് ടു മൈനസ് വൺ ആണ്, മൈനസ് വണ്ണിന് ഈക്വൽ ആണ്, വിച്ച് ഈസ് ലോഗ് ഓഫ് വൺ ബൈ എക്സ്. ലോഗ് വൺ ബൈ എക്സ് എന്ന് എഴുതാം. ആ രീതിയിൽ ഇതിനെ മാറ്റുകയാണെങ്കിൽ ദാറ്റ്സ് ഈക്വൽ ടു log of u raised to minus 1 plus c equal to log of 1 by u plus c. That's equal to log of 1 by യുടെ സ്ഥാനത്ത് cos x ഉണ്ട്, 1 by cos x plus c. എന്തായിരുന്നു 1 by cos x എന്ന് പറയുന്നത് sec x ആണ്. സോ log of sec x plus c. ഇതാണ് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് കിട്ടുക. ശ്രദ്ധിക്കുക, ഈ റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റഗ്രൽ tan x dx ഈക്വൽ ടു ലോഗ് ഓഫ് sec x പ്ലസ് സി, റൈറ്റ്. ഇനി അടുത്ത് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ഇൻ്റഗ്രൽ cot x dx, ഇൻ്റഗ്രൽ cot x dx. ഇവിടെ cot x dx നമുക്ക് ഏത് രീതിയിലേക്ക് മാറ്റാം? ഇൻ്റഗ്രൽ cos x by sin x എന്ന് എഴുതാം. cos x by sin x dx. അപ്പോൾ നമുക്ക് ഇവിടെ let u equal to sin x, then du by dx equal to d by dx of sin x, that's equal to cos x. അപ്പോൾ നമുക്ക് du equal to cos x dx. So du equal to cos x dx. ഇൻറ്റഗ്രേഷൻ നോക്കുക. So integral cos x dx by sin x equal to integral cos x dx നോക്കുക du by sin x is u, right? So du by u is log u plus c, that's equal to log of sin x plus c. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. വളരെ സിമ്പിളാണ്, കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ ടാൻ എക്സിൻ്റെയും കോട്ടക്സിൻ്റെ ഒക്കെ റിസൾട്ട് നമ്മൾ ആ ഒരു ടേബിളിൽ നമ്മൾ ആദ്യം പഠിച്ച ആ ഒരു ടേബിളിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. കാരണം ഇത് നമുക്ക് ഭാവിയിലേക്കും ഉപകാരപ്പെടും. എന്താണ് ഇൻ്റഗ്രൽ ടാൻ എക്സ്, ഇൻ്റഗ്രൽ കോട്ടക്സ് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നോക്കുക. ഇൻ്റഗ്രൽ sec x dx, ഇൻ്റഗ്രൽ sec x dx. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയണം. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഇതിന് മാത്രമുള്ളതാണ്, sec x dx മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രമുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നാൽ ഇങ്ങനത്തെ പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചെങ്കിൽ sec x എന്ത് ചെയ്യുന്ന വെച്ചെങ്കിൽ sec x പ്ലസ് tan x കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് sec x എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും sec x പ്ലസ് tan x കൊണ്ട് ഗുണിക്കുകയാണ്. sec x plus tan x by sec x plus tan x. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം sec x plus tan x by sec x plus tan x എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ sec x നമ്മൾ 1 കൊണ്ട് ഗുണിക്കുന്നു എന്നുള്ള മീനിങ്ങേ വരുള്ളൂ, ഇൻറ്റു ഡി എക്സ്, റൈറ്റ്. ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചെയ്ത കാര്യം ഒന്ന് എഴുതുക ഇവിടെ. മൾട്ടിപ്ലൈ numerator and denominator by sec x plus tan x. sec x plus tan x കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടി. ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ sec x ഇൻറ്റു sec x which is sec square x plus sec x into tan x, sec x into tan x, sec tan x.
sec x tan x into dx by denominator sec x plus tan x. sec x plus tan x ആണ് ഡിനോമിനേറ്ററിൽ വരിക. അപ്പോൾ നോക്കുക, ഇപ്പോൾ ഇത് കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ ന്യൂമറേറ്ററിൽ sec x plus tan x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിനെ ആ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പ്രോബ്ലം, അതായത് ഇന്റഗ്രൽ sec x dx ചെയ്യുന്ന സമയത്ത് ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം, അതിനെ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈഡ് ബൈ sec x plus tan x, ആ കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് ഓർക്കുക. ഇനി ഇവിടെ ഡിനോമിനേറ്ററിൽ sec x plus tan x ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിലേ നോക്കുക. റൈറ്റ്? സോ ആണോ? d by dx of tan x is sec square x, d by dx of sec x is sec x tan x. റൈറ്റ്? അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ ഉള്ളത്. സോ അപ്പോൾ ഇതുള്ളത് ഇൻ്റഗ്രൽ f dash of x dx by f of x എന്നുള്ള ഫോമിലാണുള്ളത്. സോ ലെറ്റ് u equal to sec x plus tan x. Let u equal to sec x plus tan x, then du by dx equal to d by dx of sec x plus tan x. d by dx of sec x plus tan x. അപ്പോൾ എന്താണ് d by dx of sec x plus tan x? That's equal to, or du by dx equal to d by dx of sec x plus d by dx of tan x. d by dx of sec x is sec x tan x plus d by dx of tan x is sec square x. റൈറ്റ്? സോ ഇതാണ് du by dx. നമുക്ക് വേണ്ടത് sec x sec square x plus sec x tan x, റൈറ്റ്? sec square x plus sec x tan x, അത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? du equal to dx നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ sec square x ആദ്യം എഴുതാണ്. sec square x plus sec x tan x into dx. റൈറ്റ്? അപ്പോൾ ഈ രീതിയിലേക്ക് മാറും. അപ്പോൾ ഇൻ്റഗ്രൽ sec square x plus sec x tan x by sec x plus tan x dx equal to integral ഈ sec square x plus sec x tan x into dx ന് പകരം നമുക്ക് du എന്ന് കൊടുക്കാം. du by sec x plus tan x ന് പകരം u. So du by u. du by u is log u plus c. So that's equal to log of യുടെ വാല്യൂ എന്ന് പറയുന്നത് sec x plus tan x ആണ്. sec x plus tan x plus c. ഇതാണ് ഇൻ്റഗ്രൽ sec x. ഓർത്ത് വെക്കുക, എന്താ നമ്മൾ ചെയ്തതെന്നുള്ള കാര്യം നോക്കുക. ഇൻ്റഗ്രൽ sec x നെ ഞാൻ അതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും sec x plus tan x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ഇൻ്റഗ്രൽ sec square x plus sec x tan x dx by sec x plus tan x എന്ന് കിട്ടുന്നു. അതിനുശേഷം u equal to sec x plus tan x എടുക്കുന്നു. So du equal to sec square x plus sec x tan x into dx. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് du by u എന്നുള്ള ഫോമിൽ കിട്ടുന്നു. So du by u is log u plus c. So log sec x plus tan x plus c. റൈറ്റ്? ഇതാണ് അതിന് ആൻസർ. അടുത്തത് ഇതേപോലത്തെ വേറൊരു ഫംഗ്ഷൻ നോക്കാം. ഇൻ്റഗ്രൽ cosec x dx. ഇൻ്റഗ്രൽ cosec x dx. ഇൻ്റഗ്രൽ cosec x dx എങ്ങനെ ചെയ്യാം? ഇത് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ആണ്. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? മൾട്ടിപ്ലൈ numerator and denominator, multiply numerator and denominator by cosec x minus cot x. cosec x minus cot x. cosec x നേരത്തെ നമ്മൾ ചെയ്ത് sec x plus tan x ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് cosec x minus cot x കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടും നോക്കാം. സോ ഇൻ്റഗ്രൽ cosec x into
cosec x minus cot x by cosec x minus cot x. ഇവിടെ ചെയ്തത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും cosec x മൈനസ് കോട്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എനിക്ക് ഈ രീതിയിലേക്ക് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ cosec x ഇൻറ്റു cosec x വിച്ച് ഈസ് cosec സ്ക്വയർ എക്സ് മൈനസ് cosec x into cot x cosec x into cot x, right? cosec x into cot x by denominator ആരുണ്ട്, ഡിനോമിനേറ്ററിൽ cosec x മൈനസ് cot x ഉണ്ട്, റൈറ്റ്, ഇൻറ്റു ഡി എക്സ്. ഈ രീതിയിൽ കിട്ടും. നമുക്ക് നേരത്തെ കിട്ടിയ ആ ഒരു നേരത്തെ നമുക്ക് സിക്കിൻ്റെ കേസിലുണ്ടായത് സിക്സ് സ്ക്വയർ എക്സ് പ്ലസ് സിക് എക്സ് ടാൻ എക്സിനൊക്കെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് cosec സ്ക്വയർ എക്സ് മൈനസ് cosec എക്സ് കോട്ട് എക്സ് എന്നുള്ളതാണ്. ഡിനോമിനേറ്ററിലുള്ളത് cosec എക്സ് മൈനസ് കോട്ട് എക്സ് ആണ്. അപ്പോൾ cosec എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കാം. cosec എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് cosec എക്സ് കോട്ട് എക്സ്, കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് cosec സ്ക്വയർ എക്സ്, റൈറ്റ്. അത് തന്നെയാണ് ന്യൂമറേറ്ററിലെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കോട്ട് എക്സിൻ്റെത് മൈനസ് ഓഫ് ഉണ്ട്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് cosec സ്ക്വയർ എക്സ് പ്ലസ് cosec സ്ക്വയർ എക്സ് ആവും, റൈറ്റ്. സോ ലെറ്റ് യു ഈക്വൽ ടു, വേറെ കുറെ നമുക്ക് കിട്ടും തോന്നുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ് യു ഈക്വൽ ടു cosec x minus cot x, right? Then du by dx equal to d by dx of cosec x minus cot x. That's equal to d by dx of cosec x minus d by dx of cot x, right? So for d by dx of, so du by dx equal to d by dx of cosec x എന്ന് പറയുന്നത് മൈനസ് cosec x cot x ആണ്, right? So minus cosec x into cot x മൈനസ് ഇനി d by dx of cot x എന്ന് പറയുന്നത് മൈനസ് cosec സ്ക്വയർ എക്സ് ആണ്. സോ മൈനസ് cosec സ്ക്വയർ എക്സ്. അപ്പോൾ ഇത് എന്തായി മാറും, ഓക്കെ, മൈനസ് cosec എക്സ് കോട്ട് എക്സ് പ്ലസ് cosec സ്ക്വയർ എക്സ്, റൈറ്റ്. അപ്പോൾ ഈ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇത് തന്നെയാണ് വേണ്ടതെന്ന് നോക്കാം. ന്യൂമറേറ്റർ ഉള്ളത് cosec സ്ക്വയർ എക്സ് മൈനസ് cosec എക്സ് കോട്ട് എക്സ് തന്നെയാണ്. cosec സ്ക്വയർ എക്സ് മൈനസ് cosec എക്സ് കോട്ട് എക്സ്. അപ്പോൾ അത് തന്നെയാണ് ന്യൂമറേറ്റർ ഉള്ളത്. ഇത് തന്നെയാണ് നമുക്ക് വേണ്ടതും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി യു ആയിട്ട് എഴുതാം. ഡി യു ഈക്വൽ ടു, അതായത് ഡി എക്സിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ഡി യു ഈക്വൽ ടു, ഇവിടെ cosec സ്ക്വയർ എക്സ് പ്ലസ് ആയതുകൊണ്ട് ഞാൻ ആദ്യം അത് എഴുതാണ്. cosec സ്ക്വയർ എക്സ് മൈനസ് cosec എക്സ് കോട്ട് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതൊന്ന് ഇൻറ്റഗ്രേഷനിൽ സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റഗ്രൽ cosec സ്ക്വയർ എക്സ് മൈനസ് cosec എക്സ് കോട്ട് എക്സ് ഡി എക്സ് ബൈ cosec x minus cot x, right? So that's equal to, ഇതെന്തായി മാറും, ന്യൂമറേറ്ററിൽ cosec സ്ക്വയർ എക്സ് മൈനസ് cosec x cot x ന് പകരം നമുക്ക് ഇൻറ്റു ഡി എക്സിന് പകരം ഡി യു എന്ന് കൊടുക്കാം, റൈറ്റ്. ഡി യു ബൈ cosec x മൈനസ് cot x യു ആണ്. സോ ഡി യു ബൈ യു, ഡി യു ബൈ യു ഈസ് ലോഗ് യു പ്ലസ് സി. ദാറ്റ്സ് ഈക്വൽ ടു ലോഗ് ഓഫ് യുടെ സ്ഥാനത്ത് cosec x minus cot x plus c. So log cosec x minus cot x plus c ആണ്. ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എന്താ ചെയ്തതെന്ന് നോക്കാം. കണ്ടുപിടിക്കുന്നത് ഇൻ്റഗ്രൽ cosec x dx ആണ്. cosec xൻ്റെ സ്ഥാനത്ത് cosec xൻ്റെ കൂടെ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈഡ് ബൈ cosec x മൈനസ് cot x, അല്ലേ. അത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത്
എന്ത് കിട്ടി നോക്കി. അതിനുശേഷം നമ്മൾ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് കൊസി സ്ക്വയർ എക്സ് മൈനസ് കൊസി എക്സ് കോട്ട് എക്സ് കിട്ടി. ഡിനോമിനേറ്ററിൽ കൊസി എക്സ് മൈനസ് കോട്ട് എക്സ് കിട്ടി. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിലുള്ളത്. അപ്പോൾ അതിന് നമ്മൾ യു കൊടുക്കുന്നു. യു കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആൻസർ ലോഗ് ഓഫ് കൊസിക് എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി എന്ന് കിട്ടി. ഇതാണ് അതിൻ്റെ ആൻസർ. ഇതും നമുക്ക് ആ ടേബിളിൽ ചേർക്കേണ്ട ഒരു പ്രോബ്ലമാണ്, സോറി ഒരു ഇക്വേഷനാണ്. ഇത് നമുക്ക് ആവശ്യം വരുന്ന ഒരു ഇക്വേഷനാണ്. അടുത്ത നിങ്ങൾ ഒരു ഹോംവർക്ക് നോക്കുക. ഇൻ്റഗ്രൽ 2x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.